പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ അട്ടിമറികളൊന്നും നടന്നില്ല. വമ്പന്മാരെല്ലാം വിജയിച്ചു കയറി. മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും എല്ലാം തങ്ങളുടെ ആദ്യ മത്സരങ്ങൾ ജയത്തോടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിൽ നടന്ന മത്സരമായിരുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നല്ലൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ ചെൽസിക്ക് സാധിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നല്ലൊരു ഫൈറ്റ് തന്നെയാണ് ചെൽസി നടത്തിയത്. ഫൈനൽ തേർഡിലെ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അവർക്ക് വിനയായി മാറിയത്. കാരണം കഴിഞ്ഞ സീസണിൽ എന്താണോ ടീം നേരിട്ട പ്രതിസന്ധി അതിപ്പോഴും തുടരുകയാണ്. കിട്ടിയ അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാനും ഗോൾ നേടാനും അവർക്ക് സാധിച്ചില്ല. ഫിനിഷിങ്ങിലെ പോരായ്മ തന്നെയാണ് ചെൽസി മുന്നേറ്റ നിര നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇപ്പോഴും ചെൽസിക്ക് ഒരു കീറാമുട്ടിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കിട്ടിയ അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിച്ചു. 18-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിലൂടെ ചെൽസിക്കെതിരെ സിറ്റി ലീഡ് എടുത്തു. പിന്നീട് 87-ാം മിനിറ്റിൽ മാറ്റിയോ കൊവാസിച്ച് തകർപ്പനൊരു ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം ഉറപ്പിക്കുകയായിരുന്നു. ആദ്യ ഗോളിന് വഴിവെച്ചത് ഡോക്കുവിൻ്റെ ഒരു മനോഹരമായ നീക്കമായിരുന്നു. ഡോക്കുവും ബെർണാഡോ സിൽവയും ചേർന്നുള്ള നീക്കത്തിനൊടുവിലായിരുന്നു ഹാലൻഡിൻ്റെ സൂപ്പർ ഫിനിഷ്. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ, പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടാൻ ഹാലൻഡിന് സാധിച്ചത് വലിയ കാര്യമാണ്. താരത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇത്. പിന്നീട് മാറ്റിയോ കൊവാസിച്ച് 87-ാം മിനിറ്റിൽ നേടിയ ആ ഒരു ഗോൾ അതൊരു മനോഹരമായ ഗോളായിരുന്നു. എൻസോ ഫെർണാണ്ടസിനെയും കൈസഡോയെയും മറികടന്നായിരുന്നു മാറ്റിയോ കൊവാസിച്ചിൻ്റെ തകർപ്പൻ ഫിനിഷ്. തൻ്റെ മുൻ ടീമായ ചെൽസിക്കെതിരെ ഗോൾ നേടിയ ശേഷം അദ്ദേഹം ആഘോഷമൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിറ്റിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ ഏറ്റവും സ്റ്റാൻഡ് ഔട്ടായ ഒരു പെർഫോമർ എന്ന് പറയുന്നത് ഡോക്കു തന്നെയാണ്. റൈറ്റ് വിങ്ങിലായിരുന്നു ഡോക്കു കളിച്ചത്. എന്നിട്ടും മനോഹരമായ ഒരു പെർഫോമൻസ് തന്നെ ഡോക്കു കാഴ്ചവെച്ചു. ശരിക്കും ചെൽസിയുടെ ഡിഫൻസിന് തലവേദന സൃഷ്ടിക്കുന്ന മുന്നേറ്റങ്ങളാണ് ആ വേഗതയോടെ ഡോക്കു നടത്തിയത്. 1-2 നല്ല ചാൻസസും ഡോക്കുവിന് ലഭിച്ചിരുന്നു. പിന്നെ സാവിനിയോയുടെ പെർഫോമൻസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ആദ്യ മത്സരം, പ്രീമിയർ ലീഗിലെ സിറ്റിക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരം കളിക്കുന്ന ബ്രസീലിയൻ യുവതാരം വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 45 മിനിറ്റ് മാത്രമാണ് കളിച്ചത്. അതിനിടയിൽ തന്നെ തൻ്റെ സ്കിൽ എന്താണെന്നും തൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നും സാവിനിയോ തെളിയിച്ചു. പിന്നീട് പരിക്ക് കാരണം കളം വിടേണ്ടി വന്നു. ടോട്ടലി നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിഫൻസിലൊക്കെ അവർ കറക്റ്റായിട്ട് അവരുടെ ആ ഒരു ബേസിക്കായുള്ള പ്ലേ അവർ നിലനിർത്തി. പിന്നെ കൊവാസിച്ചും റിക്കോ ലൂയിസും ചേർന്ന് ഡീപ്പ് മിഡ്ഫീൽഡിൽ നല്ലൊരു റോളാണ് കാഴ്ചവെച്ചത്. കാരണം റോഡ്രി ഉണ്ടായിരുന്നില്ല, പരിക്ക് കാരണം റോഡ്രി കളിച്ചിരുന്നില്ല. അവരൊന്നും ഇല്ലാത്തതിൻ്റെ, കൈൽ വാക്കർ, റോഡ്രി, പിന്നെ സ്റ്റോൺസ്, ഇവരൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു അഭാവം കൃത്യമായിട്ട് പുറത്ത് കാണിക്കാത്ത രീതിയിലുള്ള പ്രകടനമാണ് മാഞ്ചസ്റ്റർ സിറ്റി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ മാൻ സിറ്റിക്ക് നല്ലൊരു വിജയത്തോടെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഈ സീസൺ നല്ലൊരു മുന്നേറ്റം തുടക്കത്തിൽ തന്നെ അവർക്ക് നടത്താൻ പറ്റി. പിന്നെ ചെൽസിയെക്കുറിച്ച് പറയേണ്ടത്, ചെൽസിക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ യുവതാരങ്ങളെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് ഒന്ന് പരുവപ്പെടുത്താൻ എൻസോ മറസ്കയ്ക്ക് സമയം വേണ്ടി വരും. അല്ലാതെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുക, കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കും. ഇപ്പം മത്സരം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചെൽസിയുടെ ഉടമ 2 ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചെൽസി പിന്നിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഗ്രൗണ്ട് വിടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇത്തരം സന്ദർഭങ്ങൾ ടീമിൻ്റെ ആത്മവിശ്വാസം കെടുത്താനേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി മത്സരം ആവേശകരമായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനം ചെൽസി കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ 2 സീസണുകളിലും തലനാരിഴയ്ക്കാണ് ആഴ്സണലിന് കിരീടം നഷ്ടമായത്. എന്തായാലും ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ആർട്ടേറ്റയുടെ ടീം. ആദ്യ മത്സരത്തിൽ നല്ലൊരു വിജയം തന്നെ നേടാൻ അവർക്ക് സാധിച്ചു. വോൾസിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് പീരങ്കിപ്പട തോൽപ്പിച്ചത്. ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു പോരാട്ടം, അല്ലെങ്കിൽ ശ്രദ്ധേയമായൊരു പ്രകടനം സാക്കയുടെ ഭാഗത്തു നിന്നായിരുന്നു. ബുക്കായ സാക്ക ശരിക്കും റൈറ്റ് വിങ്ങിൽ ഒരു മാജിക്കൽ പെർഫോമൻസ് ആണ് ഗണ്ണേഴ്സിനായി കാഴ്ചവെച്ചത്. ആദ്യ ഗോളിന് വഴിയൊരുക്കിയ, കൈ ഹാവർട്സ് നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ സാക്ക സെക്കൻഡ് ഹാഫിൽ 2ാം ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. സാക്ക നേടിയ ആ 2ാം ഗോൾ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയായി മാറി. പിന്നെയും 1-2 ചാൻസസ് സാക്കയ്ക്ക് ലഭിച്ചിരുന്നു. തോമസ് പാട്ടേയ്ക്കും ഒഡെഗാർഡിനും എല്ലാം അവസരങ്ങളുണ്ടായിരുന്നു. എന്തായാലും ടോട്ടലി നോക്കുമ്പോൾ ആഴ്സണൽ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മത്സരം അവസാനിപ്പിച്ചത്. കാരണം തുടക്കത്തിൽ തന്നെ ഒരു വിജയത്തോടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് ചെറിയൊരു കാര്യമല്ല. പിന്നെ ലിവർപൂളിലും സമാനമായൊരു റിസൾട്ട് തന്നെയായിരുന്നു. അവരും ആദ്യ മത്സരത്തിൽ 2-0 വിജയിച്ചു. ഇസ്പിച്ച് ടൗണിനെ, പുതുതായി സ്ഥാനക്കയറ്റം ലഭിച്ച ഇസ്പിച്ച് ടൗണിനെ 2-0 അർനെ സ്ലോട്ടിൻ്റെ ടീം തോൽപ്പിച്ചത്. പുതിയ കോച്ചിന് കീഴിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ലിവർപൂൾ കാഴ്ചവെച്ചത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അല്പം നിരാശാജനകമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പ്രതീക്ഷിച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ റെഡ്സിന് സാധിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ശരിക്കും ഉണർന്നു കളിച്ചു. അങ്ങനെ മുഹമ്മദ് സല
ഗോൾ നേടി. അതുകൂടാതെ മറ്റൊരു ഗോൾ ഡിയാഗോ ജോട്ടയും നേടി. സലയും ഇതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ്, അതായത് ലിവർപൂളിൻ്റെ എയ്സ് പ്ലെയർ എന്നൊക്കെ പറയുന്ന സലയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. മൊത്തം 4 അറ്റംപ്റ്റാണ് സല നടത്തി. അതിൽ 3 ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ ലിവർപൂളിനും വളരെ പോസിറ്റീവായി തന്നെ തുടങ്ങാൻ സാധിച്ചു. പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിക്കാനായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ ആശ്വാസമായി. പ്രത്യേകിച്ച് അവരുടെ കോച്ച് എറിക് ടെൻ ഹാഗ് മത്സരത്തിന് മുമ്പ് ടീം അത്ര പ്രിപ്പയർഡ് അല്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു. എന്തായാലും വിജയിക്കാൻ സാധിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ തോൽപ്പിച്ചത്. ഫുൾഹാം തുടക്കത്തിലൊക്കെ നല്ല അറ്റാക്കൊക്കെ നടത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അല്പം പ്രതിരോധത്തിലാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ കിട്ടിയ അവസരങ്ങൾ ആദ്യം മുതലാക്കാൻ സാധിച്ചില്ലെങ്കിലും അവസാന 87-ാം മിനിറ്റിൽ ആദ്യ മത്സരം കളിക്കുന്ന പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം കളിക്കുന്ന സിർക്സിയുടെ ഗോളിൽ യുണൈറ്റഡ് വിജയിക്കുകയായിരുന്നു. ഗർണാച്ചോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു സിർക്സിയുടെ ഗോൾ. സിർക്സിയുടെ ആ ഒരു ഗോൾ അദ്ദേഹത്തിന് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ തന്നെ ടീമിന് വേണ്ടി ഗോൾ നേടാൻ സാധിച്ചു എന്നത് ചെറിയൊരു കാര്യമല്ല. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് 2 മികച്ച അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗോളാക്കാൻ സാധിച്ചില്ല. ടോട്ടലി പറയുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിലൊക്കെ ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതിയ താരമായ നുസൈർ മസ്രോഹി നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ശരിക്കും നല്ല ഇന്റർസെപ്ഷൻസും ക്ലിയറൻസും ഒക്കെ നടത്തി നിറഞ്ഞു കളിച്ചു മസ്രോഹി. പിന്നെ അതുകൂടാതെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പെർഫോമൻസ് അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അഡാമ ട്രയോറയും ലിസാൻഡോ മാർട്ടിനസും തമ്മിലുള്ള ഫേസ് ഓഫ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ മഗ്വേറും മോശമില്ലാത്ത പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കാഴ്ചവെച്ചത്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് യുണൈറ്റഡിന് നൽകാൻ സാധിച്ചത്.